ഒരു ചെറിയ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ആ പെൺകുട്ടി ആരെ ചൂണ്ടി തന്റെ അച്ഛനാണെന്ന് കാണിക്കുന്നു. അവരെല്ലാവരും അന്നേ ദിവസം തന്നെ കൊല ചെയ്യപ്പെടുന്നു. എന്തായിരിക്കാം ആ പെൺകുട്ടിയുടെ പിന്നിലുള്ള ദുരൂഹത? ആരായിരിക്കാം ഇതെല്ലാം ചെയ്യുന്നത്? അവർക്ക് പിന്നിലൊരു കഥ കാണുമല്ലോ. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം പോലീസ് കംപ്ലൈന്റ് എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ അർദ്ധരാത്രി വിജനമായ റോഡിലൂടെ കാർ ഓടിച്ചു പോവുകയാണ് രവി എന്നൊരാൾ. രവി കാർ ഓടിച്ചു പോകുമ്പോഴോ മുന്നിലൊരു പെണ്ണിന്റെ രൂപം തെളിയുന്നു. അത് കണ്ട് പേടിച്ച രവി കാറ് നിർത്തുകയും തന്റെ കൂട്ടുകാരനായ ധീനെ വിളിച്ചിട്ട് ഞാനൊരു പെണ്ണിന്റെ രൂപം കണ്ടു, എനിക്ക് പേടിയാകുന്നു എന്നുള്ള കാര്യം പറയും. എന്നാൽ കൂട്ടുകാരനായ ധീന ഒരു സ്വാമിയുടെ കാര്യമാണ് പറയുന്നത്. ഇവർക്കൊപ്പം നിന്നൊരാളായിരുന്നു ഈ സ്വാമി. എന്നാൽ പിന്നീടാണ് ഈ സ്വാമിജിയുടെ രൂപമൊക്കെ സ്വീകരിച്ചത്. സ്വാമിക്ക് അടുത്ത് വന്നിട്ട് ധീന ഈ ഒരു കാര്യം പറയുമ്പോൾ അവനോട് പേടിക്കണ്ട എന്ന് പറ. അടുത്ത് നമ്മുടെ ഗസ്റ്റ് ഹൗസില്ലേ, അവിടെ പോയി താമസിക്ക്. ഇന്നേ ദിവസം രാത്രി യാത്രയൊന്നും ചെയ്യണ്ട എന്നുള്ള കാര്യം സ്വാമി പറയും. സ്വാമി പറയുന്നതനുസരിച്ച് രവി നേരെ സ്വാമിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നു. അവിടെ അടുത്ത് തന്നെ ഗസ്റ്റ് ഹൗസിന്റെ താക്കോലും ഉണ്ടായിരുന്നു. താക്കോലെടുത്ത രവി കതക് തുറക്കുന്നു. എന്നാൽ കഥ കടയ്ക്കുമ്പോഴോ വീണ്ടും കതക് തുറന്നു വരികയാണ്. രവിക്ക് വല്ലാതെ പേടിയാകുന്നു. എന്നാൽ രവിയുടെ കൺമുന്നിൽ തന്നെ ഒരമ്മയുടെയും മകളുടെയും രൂപം തെളിയുന്നു. അത് കണ്ടതും രവി വല്ലാതെ പേടിക്കും. ഈ അടഞ്ഞുകിടന്ന വീട്ടിൽ നിങ്ങളെങ്ങനെ കയറിയെന്നൊക്കെ രവി ചോദിക്കുമ്പോൾ ആ രൂപങ്ങൾ ഒന്നും തന്നെ മിണ്ടുന്നതേയില്ല. എന്തോ വശപിശകുണ്ടെന്ന് രവിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അവിടേക്ക് വലിയൊരു കയറ് വരികയും ആ കയറ് രവിയുടെ കഴുത്തിൽ കുരുങ്ങുകയും ചെയ്യുന്നു. അതോടുകൂടി രവിയുടെ കഥ കഴിയുകയാണ്. അടുത്ത ദിവസം സംഭവ സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥയായ വരലക്ഷ്മി എത്തുന്നു. ഇതിലെ വരലക്ഷ്മിയുടെ പേര് അങ്ങനെ തന്നെയാണ്. ക്രൈം സ്പോട്ടൊക്കെ പരിശോധിച്ച വരലക്ഷ്മിക്ക് അതൊരു കൊലപാതകമാണോ എന്ന സംശയം തോന്നുന്നു. ആ ഒരു സംശയം കൂടെയുള്ള പോലീസുകാരോടും പറയുകയാണ്. അതേ സമയമായിരുന്നു മീഡിയക്കാരും അവിടേക്ക് വരുന്നത്. ആരാ ഇതിന് പിന്നിലെന്നൊക്കെ മീഡിയക്കാർ ചോദിക്കുമ്പോൾ കൊലപാതകമാണെന്നാണ് ഞങ്ങളുടെ സംശയം. എനിക്ക് തോന്നുന്നത് ഈ വീട്ടിലെ ജോലിക്കാരനാണ് ഇത് ചെയ്തതെന്ന്. ആ വീട്ടില് ഒരു ജോലിക്കാരനുണ്ട്. അയാളാണെങ്കിലോ ഒരു കൃഷ്ണഭക്തനാ. വീട്ടിലുള്ള ആളുകളൊക്കെ മരിച്ചുപോയി കഴിഞ്ഞാൽ താൻ ഇനി എങ്ങനെ ആഹാരം കഴിച്ച് ജീവിക്കുമെന്നാണ് അയാൾ ചിന്തിക്കുന്നതും. അതിന്റെ സങ്കടമായിരുന്നു ജോലിക്കാരന്. എന്നാൽ വരലക്ഷ്മി പറയുന്നതോ ഈ ഒരു ക്രൈം ചെയ്തത് ജോലിക്കാരനാണെന്ന്. മീഡിയക്കാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് വരലക്ഷ്മി മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാനായി ഒരുങ്ങുമ്പോൾ ജോലിക്കാരനോട് പറയുന്നുണ്ട്, നീ അല്ല ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ മീഡിയക്കാർക്ക് മുന്നിൽ പറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയിട്ടാ. നിന്നെ സ്റ്റേഷനിലെത്തിയാൽ ഉടനെ തന്നെ പറഞ്ഞു വിട്ടേക്കാമെന്നൊക്കെ വരലക്ഷ്മി ജോലിക്കാരനോട് പറയുന്നുണ്ട്. സംഭവ സ്ഥലത്ത് നിന്നും അവർ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോകുന്നത് ഒരു കാടിന് നടുവിലൂടെയായിരുന്നു. എന്നാൽ അതേസമയം വണ്ടിക്ക് മുന്നിലേക്ക് ചെറിയൊരു പെൺകുട്ടി വന്ന് വീഴുകയാണ്. അത് കാണുന്ന വരലക്ഷ്മി, നീ ആരാ, എങ്ങനെയാ ഒരു കാട്ടിൽ വന്നത് എന്നൊക്കെയാ പെൺകുട്ടിയോട് ചോദിക്കുന്നു. എന്റെ അച്ഛനെയും അമ്മയും കാണാനില്ല, ഞാൻ ഈ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള കാര്യമൊക്കെ പെൺകുട്ടി പറയുന്നു. ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റേഷനിലെത്തി നിന്റെ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ അച്ഛനെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കൈ ചൂണ്ടുന്നു. സ്റ്റേഷന് ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കട നടത്തുന്ന വയസ്സായ ആളിനെയാണ് അവൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും. ഉടനെ തന്നെ മറ്റു പോലീസുകാർ വന്ന് അയാളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത് നിന്റെ മകളല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മാഡം, എന്റെ മകൾ ഒന്നുമല്ലത്, എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ, എന്റെ ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞ് ഭാര്യയും കൂട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് അയാളുടെ സകല സർട്ടിഫിക്കറ്റും എടുത്ത് കാണിക്കുകയാണ്. അതോടുകൂടി ഈ നിൽക്കുന്ന പെൺകുട്ടി പറയുന്നത് കള്ളമാണെന്നുള്ള കാര്യം വരലക്ഷ്മിക്ക് മനസ്സിലായി. എന്തിനായിരിക്കാം ഇവൾ ഇങ്ങനെ കള്ളം പറയുന്നതെന്നും വരലക്ഷ്മി ചിന്തിക്കുന്നു. വരലക്ഷ്മിക്ക് ഭർത്താവുണ്ട്. ഭർത്താവ് ഒരു ഡോക്ടറാണ്. വരലക്ഷ്മിക്ക് ഭർത്താവ് എന്ന് വെച്ചാൽ ജീവനാണ്. ആര് പറഞ്ഞാലും വരലക്ഷ്മി വിശ്വസിക്കില്ല. പക്ഷേ ഭർത്താവ് എന്ത് പറഞ്ഞാലും വരലക്ഷ്മി വിശ്വസിക്കും. അത്രയ്ക്ക് വിശ്വാസവും സ്നേഹവുമാണ് വരലക്ഷ്മിക്ക് ഭർത്താവിനോട്. അത്രയും നന്നായിട്ടാണ് വരലക്ഷ്മിയുടെ ഭർത്താവ് വരലക്ഷ്മിയെ നോക്കുന്നത്. ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. ഒരുപാട് നാൾ പ്രണയിച്ചു, എന്നിട്ടാണ് വിവാഹവും കഴിച്ചത്. നല്ല സ്നേഹത്തിലാണ് രണ്ടുപേരും ജീവിച്ചു പോകുന്നത്. വരലക്ഷ്മിക്ക് തന്റെ ഭർത്താവിനോട് ഒടുക്കത്തെ സ്നേഹമാണല്ലോ. പക്ഷേ ഭർത്താവ് ആരാണെന്നാൽ ഈ ഭർത്താവ് ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞില്ലേ. ഡോക്ടറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്നാൽ ഡോക്ടറിനെ കാണുവാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി വരുന്നു. ഡോക്ടറെ, കുറെ നാളായിട്ട് ഞാനിത് അനുഭവിക്കുകയാണ്. എനിക്ക് വയ്യ, എനിക്ക് ഈ ക്രൂരതകളൊന്നും സഹിക്കാൻ വയ്യ എന്നുള്ള കാര്യം ആ പെൺകുട്ടി പറയുമ്പോൾ ഡോക്ടറിന്റെ മറുപടി, നീ അന്ന് ആദ്യമായിട്ട് എന്നെ കാണുവാനായിട്ട് വന്നത് നിനക്ക് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞ.
നീ ഇപ്പോൾ വന്നിരിക്കുന്നത് നിന്റെ വിവാഹമായി നിന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ട്. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനടുത്ത് നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഞാൻ പറയും. നീ ചെയ്തതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ അനുസരിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം എന്റെ ക്ലിനിക്കിലേക്ക് നീ വരണം. അവിടെ എനിക്ക് വേണ്ടിയിട്ട് പ്രൈവറ്റ് ആയിട്ടൊരു റൂമുണ്ട്. ആ റൂമിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. അത് നീ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണമെന്നും ഡോക്ടർ പറയുന്നു. അത് കേട്ട ആ പെൺകുട്ടി വല്ലാതെ പേടിച്ചു പോവുകയാണ്. നീ ഈ റൂമിലിരിക്കെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് അയാളുടെ കാര്യം കഴിഞ്ഞതും ആ പെൺകുട്ടിയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അത്രയ്ക്കും ഒരു ക്രൂരനായ ആളാണ് നമ്മുടെ വരലക്ഷ്മിയുടെ ഭർത്താവ്. പക്ഷെ ഇതൊന്നും പാവം വരലക്ഷ്മിക്ക് അറിയത്തില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഒരു മകളുണ്ട്. രാത്രിയായിട്ടും അമ്മയും അച്ഛനെയും കാണാത്തത് കൊണ്ട് തന്നെ അമ്മയെ കോള് ചെയ്യുകയാണ്. ഇതുവരെയായിട്ടും അച്ഛൻ വന്നില്ല. അമ്മ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നതെന്ന് മകൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വരലക്ഷ്മി പോകുവാനായി ഇറങ്ങുന്ന സമയം മറ്റൊരു വശത്ത് കടയൊക്കെ പൂട്ടി പോകുവാനായി ഇറങ്ങുകയാണ് സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള പെട്ടിക്കട നടത്തുന്ന ആൾ. അയാൾ ബൈക്കും എടുത്ത് ഇറങ്ങുന്ന സമയത്തോ പെട്ടെന്ന് തന്നെ ഓപ്പോസിറ്റ് കൂടി ആ ഒരു പെൺകുട്ടി ഓടിപ്പോവുകയാണ്. സ്റ്റേഷനിൽ വെച്ച് ആ ഒരു പെൺകുട്ടിയാണല്ലോ തന്റെ അച്ഛനാണിതെന്ന് ചൂണ്ടിക്കാണിച്ചത്. അതേ പെൺകുട്ടി തന്നെയാണ്. ആ പെൺകുട്ടിയെ കണ്ടതും പെട്ടെന്ന് തന്നെ ബ്രേക്ക് പിടിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ആ വണ്ടി ആക്സിഡന്റ് ആവുകയാണ്. എവിടെ നിന്നോ ഒരു ചങ്ങല വന്ന് അയാളുടെ കഴുത്തിൽ കുരുങ്ങുകയും സ്പോട്ടിൽ തന്നെ അയാളുടെ കാര്യവും തീരുമാനമാവുകയാണ്. പോകുവാനായി ഇറങ്ങുന്ന വരലക്ഷ്മി ഈ ഒരു കാഴ്ച കാണുന്നു. അതോടുകൂടി ഇപ്പോൾ നടക്കുന്നത് രണ്ടാമത്തെ സംഭവമാണല്ലോ എന്നൊക്കെ വരലക്ഷ്മി ചിന്തിക്കുന്നു. ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യുകയാണ്. പക്ഷേ അതിൽ ആരോ ചങ്ങല കൊണ്ട് മുകളിലേക്ക് വലിക്കുന്നുണ്ട്. ആളാരാണെന്ന് കാണാൻ പറ്റുന്നില്ല. ആ ഒരാളിനെ എത്രയും വേഗം കണ്ടുപിടിക്കണമെന്നും വരലക്ഷ്മിയും കൂട്ടരും തീരുമാനിക്കും. എന്നാൽ ആ പോലീസ് സ്റ്റേഷനിൽ അവർ രാവിലെ കൊണ്ടുവന്ന പെൺകുട്ടിയെ കാണുന്നില്ല. ആ പെൺകുട്ടി എവിടെയെന്നൊക്കെയുള്ള കാര്യം വരലക്ഷ്മി അന്വേഷിക്കുന്നു. ആ കുട്ടിയെ എവിടെയാണോ ഇരുത്തിയിരുന്നത് അവിടെ ഒരു ബൊമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഏ, ബൊമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പെൺകുട്ടി എവിടെ പോയി എന്ന് വരലക്ഷ്മിയും മറ്റു പോലീസുകാരും ചിന്തിക്കും. വീട്ടിലേക്ക് എത്തുന്ന വരലക്ഷ്മി ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. രാവിലെ സ്റ്റേഷനിലേക്ക് വന്നു. ആ പെട്ടിക്കട നടത്തുന്ന ആളാണ് തന്റെ അച്ഛനെന്ന് ചൂണ്ടിക്കാണിച്ചു. അയാൾ ദേ വൈകുന്നേരം ആയപ്പോൾ മരണപ്പെട്ടു പോയി. അപ്പോൾ ഇതിന് പിന്നിൽ എന്തോ ഉണ്ടെന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വരലക്ഷ്മി എത്തുമ്പോൾ ആ ഒരു പെൺകുട്ടി അവിടെ തന്നെയുണ്ട്. നീ ഇന്നലെ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ അച്ഛനെ അന്വേഷിച്ച് പോയതാ. പക്ഷേ ഇതുവരെയായിട്ടും കണ്ടെത്തിയില്ല എന്ന് ആ പെൺകുട്ടി മറുപടി പറയുന്നു. നീയല്ലേ ഇന്നലെ ആ പെട്ടിക്കട നടത്തുന്ന ആൾ നിന്റെ അച്ഛനാണെന്ന് ചൂണ്ടിക്കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ അതല്ല എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ ദേ ഇതാണെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു മാഗസീനിലെ ഫോട്ടോ ചൂണ്ടിക്കാണിക്കുന്നു. ആ ഫോട്ടോയിലുണ്ടായിരുന്നത് പേര് കേട്ട ഒരു വ്യവസായിയുടെ ചിത്രമാണ്. ഇതാണോ നിന്റെ അച്ഛനെന്ന് ചോദിക്കുമ്പോൾ അതെ, ഇത് തന്നെയാ എന്റെ അച്ഛനെന്ന് ആ പെൺകുട്ടി ഉറപ്പിച്ച് പറയുന്നു. വരലക്ഷ്മിക്ക് എന്തൊക്കെയോ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. ഈ പെൺകുട്ടി തലേ ദിവസം വേറൊരാളാണ് തന്റെ അച്ഛനെന്ന് പറഞ്ഞു അയാൾ മരണപ്പെട്ടു പോയി. ദേ ഇപ്പോൾ ഈ വ്യവസായിയാണ് തന്റെ അച്ഛനെന്ന് പറയുന്നു. ഇനി അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ വ്യവസായിക്കടുത്തേക്ക് എത്തുകയാണ് വരലക്ഷ്മിയും കൂട്ടരും. ഇത് നിങ്ങളുടെ മകളാണോ? ഈ കുട്ടി പറയുന്നത് ആ കുട്ടിയുടെ അച്ഛൻ നിങ്ങളാണെന്നാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ മാഡം, എനിക്ക് ഈ കുട്ടി ആരാണെന്ന് പോലും അറിയത്തില്ല. എനിക്ക് മക്കളെ ഇല്ല എന്നുള്ള കാര്യമൊക്കെ ആ ഒരു വ്യവസായി പറയുന്നു. എന്നാൽ വരലക്ഷ്മി പറയുന്നത് ഈ കുട്ടി തലേ ദിവസം വേറൊരാളിനെ തന്റെ അച്ഛനാണെന്ന് ചൂണ്ടിക്കാണിച്ചു. അയാളുടെ ജീവൻ ആപത്തും സംഭവിച്ചു. ഇനി നിങ്ങളെയാണ് അച്ഛനെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് സൂക്ഷിക്കണം. പ്രൊട്ടക്ഷനായിട്ട് കുറച്ച് പോലീസുകാരെയും നിർത്തട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്നാണ് ആ ഒരു വ്യവസായി പറയുന്നത്. മറ്റൊരു വശത്ത് വരലക്ഷ്മിയുടെ ഭർത്താവിനെയാണ് കാണിക്കുന്നത്. വരലക്ഷ്മിയുടെ ഭർത്താവായ ഡോക്ടറിന് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറുമായിട്ടും ബന്ധമുണ്ട്. ആ ഒരു സ്ത്രീയോടും അയാൾ മോശമായിട്ടുള്ള ബന്ധമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഇതൊന്നും വരലക്ഷ്മിക്ക് അറിയത്തില്ലല്ലോ. അതേസമയമായിരുന്നു പോലീസുകാർ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. എന്താ, എന്ത് പറ്റിയെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ മാഡമാണ് പറഞ്ഞത് സാറിനടുത്തേക്ക് കൊണ്ടുവരാൻ. ഈ കുട്ടിക്ക് ചെറിയ മാനസിക പ്രശ്നമുണ്ട്. എന്താണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കണമെന്നാണ് പോലീസുകാർ പറയുന്നത്. അങ്ങനെ വരലക്ഷ്മിയുടെ ഭർത്താവായ ഡോക്ടറാണെങ്കിലോ ആ പെൺകുട്ടിയെ തന്റെ നിരീക്ഷണത്തിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായി വ്യവസായിയെ കാണിക്കുന്നത്. വ്യവസായി തന്റെ ഒരു കാമുകിക്കൊപ്പം ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അർദ്ധരാത്രിയായിരുന്നു. നടു റോഡിൽ വണ്ടി നിർത്തുകയും ചെയ്തു. കാമുകിക്ക് വാഷ്റൂമിൽ പോകണമെന്നുള്ളത് കൊണ്ട് തന്നെ കാമുകി ഒരു വശത്തേക്ക് പോകുന്നു. കാമുകി തിരികെ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ചങ്ങല കൊണ്ട് കെട്ടിത്തൂക്കിയ അവസ്ഥയിൽ നിൽക്കുകയാണ് വ്യവസായി. അത് കണ്ടതും പെൺകുട്ടി ഷോക്കായി പോകുന്നു. അടുത്ത ദിവസം സംഭവ സ്ഥലത്തേക്ക് വരലക്ഷ്മി എത്തുകയാണ്. ആ ഒരു കൊച്ചു പെൺകുട്ടി തന്റെ അച്ഛനാണ് ഈ വ്യവസായി എന്ന് ചൂണ്ടിക്കാണിച്ചു.
അയാൾ ദേ മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടി ആരെയാണ് അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്, അവരാണ് മരണപ്പെടുന്നതെന്നുള്ള കാര്യം വരലക്ഷ്മിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നു. സ്റ്റേഷനിലേക്ക് തിരികെ എത്തിയ വരലക്ഷ്മി ഉടനെ തന്നെ തന്റെ ഭർത്താവിനെ വിളിക്കും. ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ സേഫ് ആയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അവളിവിടെ ഇല്ല, രാവിലെ തൊട്ടേ ഞങ്ങൾ അവളെ അന്വേഷിക്കുകയാണ്, ആ കുട്ടി എവിടേക്ക് പോയി എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, പെട്ടെന്ന് തന്നെ കാണാതായതാണെന്നും ഭർത്താവ് മറുപടി പറയുന്നു. അത് കേട്ട് വരലക്ഷ്മിക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. ഒരു ചെറിയ കുട്ടിയെ പോലും നോക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ലേ എന്ന് അവൾ വല്ലാതെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. ഡോക്ടറാണെങ്കിലോ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരോടും നഴ്സുമാരോടും പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കും. ഞങ്ങൾ കുറേ നേരം പെൺകുട്ടിയെ നിരീക്ഷിച്ചിരുന്നു. പക്ഷേ പെട്ടെന്ന് അവളെ കാണാതായതെന്നുള്ള കാര്യം കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും പറയുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നതേയില്ല. എന്നാൽ അതേ പെൺകുട്ടി ദേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അതും വരലക്ഷ്മിക്കടുത്തേക്ക്. ആ പെൺകുട്ടിയെ കണ്ട വരലക്ഷ്മി, ആരാണ് നീ? ആരെ നോക്കി നീ കൈ ചൂണ്ടി അച്ഛനെന്ന് പറയുന്നോ? അവരൊക്കെ മരണപ്പെടുന്നുണ്ടല്ലോ. അതിന് പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വരലക്ഷ്മി ചോദിക്കുമ്പോൾ, അയ്യോ ആന്റി, ഞാൻ പറഞ്ഞതൊന്നും എന്റെ അച്ഛനല്ല. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു അച്ഛനുണ്ട്. ദേ ഇതാണെന്ന് പറഞ്ഞ് ടിവിയിൽ നോക്കി ചൂണ്ടുന്നു. അവിടെ ദേ ഹോം മിനിസ്റ്ററിനെയും ഹോം മിനിസ്റ്ററിന്റെ മകനെയുമാണ് കാണിക്കുന്നത്. ഹോം മിനിസ്റ്ററിന്റെ മകനെ ചൂണ്ടിയാണ് തന്റെ അച്ഛനാണെന്ന പെൺകുട്ടി പറയുന്നത്. ആഹാ, കുഴപ്പമായല്ലോ. ഇനി അടുത്ത പണി കിട്ടാൻ പോകുന്നത് ഹോം മിനിസ്റ്ററിന്റെ മകനാണല്ലോ എന്നുള്ള കാര്യം വരലക്ഷ്മി ചിന്തിക്കുന്നു. ഉടനെ തന്നെ ആ ഒരു പെൺകുട്ടിയും കൂട്ടി ഹോം മിനിസ്റ്ററിന്റെ മകനടുത്തേക്ക് പോവുകയാണ്. അവിടെ ഹോം മിനിസ്റ്ററിന്റെ മകന് വലിയ രീതിയിൽ കല്യാണമൊക്കെ നടക്കുന്നു. കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ഗംഭീരമായിട്ട് നടക്കുകയാണ്. അവിടേക്കാണ് വരലക്ഷ്മിയും കൂട്ടരും എത്തിയിരിക്കുന്നത്. ഹോം മിനിസ്റ്ററിന്റെ മകന്റെ കല്യാണം നടക്കാൻ പോവുക. ഇതിനിടയിൽ ചെന്നിട്ട് അയാളുടെ ജീവൻ ആപത്താണെന്ന് താൻ എങ്ങനെ പറയുമെന്നൊക്കെ വരലക്ഷ്മി ചിന്തിക്കുന്നു. എന്തോ ആകട്ടെ എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട്, നിങ്ങളുടെ മകന്റെ ജീവൻ ആപത്താണ്. ഇന്ന് രാത്രി നിങ്ങളുടെ മകന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് നമ്മളിൽ കുറച്ചു പേർ നിങ്ങളുടെ മകന് പ്രൊട്ടക്ഷനായിട്ട് ഇവിടെ ഉണ്ടാകുമെന്ന് വരലക്ഷ്മി പറയുന്നു. അത് കേട്ട ഹോം മിനിസ്റ്റർ, എന്റെ മകന് വലിയ രീതിയിൽ കല്യാണം നടക്കുവാനായി പോവുകയാണ്, അതിനിടയിലാണോ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഹോം മിനിസ്റ്റർ ചോദിക്കും. ഇവിടെ നീ മാത്രമാണോ ഉള്ളത്? SP ഉണ്ട്, IG ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ട്. എന്നിട്ടാണോ വെറും ഒരു SI ആയ നീ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിച്ച് അവളെ വല്ലാതെ അപമാനിക്കുന്നു. വളരെ ദേഷ്യത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയുമാണ് വരലക്ഷ്മി കല്യാണം നടക്കുന്ന സ്ഥലത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. അവിടെ ദേ വരലക്ഷ്മിയുടെ ഭർത്താവും ഉണ്ടായിരുന്നു. വരലക്ഷ്മി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട വരലക്ഷ്മിയുടെ ഭർത്താവ് ഇതിന് മറുപടി പറയുന്നത്, നിനക്കവനെ രക്ഷിക്കണമെന്ന് തോന്നുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്, ആരും അറിയണ്ട, ഈ ഓഡിറ്റോറിയത്തിന് പുറത്തായിട്ട് നീ കാവൽ നിൽക്ക്, ആ പെൺകുട്ടിയും കൂടെ നിർത്തിക്കോ. സംശയം തോന്നുന്ന വിധത്തിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിൽ തീരുമാനമാക്ക് എന്നൊക്കെ ഭർത്താവ് പറയുന്നു. ഭർത്താവ് പറയുന്നതനുസരിച്ച് അന്നേ ദിവസം മുഴുവൻ അവർ കാവൽ നിൽക്കുകയാണ്. ദേ ഇപ്പോൾ രാത്രി സമയം ഹോം മിനിസ്റ്ററിന്റെ വീടിനും വന്ന് കാവൽ നിൽക്കുന്നു. എന്നാൽ അതേസമയം ഹോം മിനിസ്റ്ററിന്റെ മകനാണെങ്കിലോ ടെറസിൽ വന്ന് നിന്ന് തന്റെ ഭാര്യയെ കോള് ചെയ്യുകയാണ്. എങ്ങനെയാണോ പ്രണയിക്കുമ്പോൾ സംസാരിച്ചിരുന്നത് അതുപോലെ തന്നെ സംസാരിക്കുന്നു. നമ്മുടെ വിവാഹമൊക്കെ കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നതെന്ന് ഭാര്യ ചോദിക്കുമ്പോൾ, അതോ നമ്മൾ പ്രണയിച്ചിരുന്ന സമയത്ത് എങ്ങനെയാണോ ഫോൺ വിളിച്ചത് അതുപോലെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി, ഞാൻ ദേ താഴെ റൂമിലേക്ക് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കോളും കട്ട് ചെയ്യുകയാണ്. അതേസമയം ഹോം മിനിസ്റ്ററിന്റെ മകന്റെ മുന്നിലായിട്ട് ഒരു രൂപം വന്ന് നിൽക്കുന്നു. ഏ, നീയോ എന്ന് ഹോം മിനിസ്റ്ററിന്റെ മകൻ ഞെട്ടി ചോദിക്കുന്നുണ്ട്. ഹോം മിനിസ്റ്ററിന്റെ മകൻ ആ രൂപം കണ്ട് പേടിക്കുകയാണ്. എന്നാൽ അതേസമയം ആ രൂപം ഹോം മിനിസ്റ്ററിന്റെ മകനെ ടെറസിൽ നിന്നും താഴേക്ക് തള്ളിവിടുകയും അതുപോലെ ചങ്ങലയിൽ കെട്ടിത്തൂക്കി നിർത്തുകയുമാണ് ചെയ്തത്. അതിനുശേഷം ആ രൂപം അവിടെ നിന്ന് പോകുന്നു. ഒരു അലറൽ ശബ്ദം കേട്ടുകൊണ്ടാണ് വരലക്ഷ്മിയും കൂട്ടരും അകത്തേക്ക് വരുന്നത്. വന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഹോം മിനിസ്റ്ററിന്റെ മകനെ ചങ്ങലയിൽ കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുന്നതാണ്. അത് കണ്ട് എല്ലാവരും ഷോക്കായി പോകുന്നു. ഹോം മിനിസ്റ്ററും ഭാര്യയും പൊട്ടിക്കരയുകയാണ്. നീ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും വിശ്വസിച്ചിരുന്നില്ല. വിശ്വസിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എന്റെ മകന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. നിനക്ക് ഇനി ആരെയൊക്കെ സംശയം തോന്നുന്നോ അവരെയൊക്കെ നിനക്ക് രക്ഷിക്കാം. എല്ലാത്തിനും നിനക്ക് ഫ്രീഡം തന്നിരിക്കുകയാണെന്നും ഹോം മിനിസ്റ്റർ പറയും. വീട്ടിലേക്ക് എത്തുന്ന വരലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടം. തന്റെ ഭർത്താവിന്റെ തോളിൽ ചാരിയിരുന്ന് കരയുകയാണ് വരലക്ഷ്മി. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അച്ഛനെയായിരുന്നു. അത് നിനക്കറിയാമല്ലോ. പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും പേടിയുള്ളൊരു വാക്ക് അച്ഛനെന്നാണ്. അത് പറഞ്ഞ് വരലക്ഷ്മി വല്ലാതെ സങ്കടപ്പെടുന്നു. വരലക്ഷ്മിയുടെ ഭർത്താവ് അവളെ ഒരുപാട് സമാധാനിപ്പിക്കും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നീ മറന്നുപോയോ? ഇന്നെന്റെ പിറന്നാളാണെന്നുള്ള കാര്യമൊക്കെ ഭർത്താവ് പറയുമ്പോൾ വരലക്ഷ്മി ആകെ ഷോക്കായി പോകും. കാരണം ആ ഒരു കാര്യം വരലക്ഷ്മി മറന്നുപോയിരുന്നു. അയ്യോ, എന്നോട് ക്ഷമിക്ക്, ഈ ഒരു തിരക്കിൽ ഞാൻ അതൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞ് അവൾ ഭർത്താവിനോട് മാപ്പ് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്റെ ഭർത്താവിനെയും മകളെയും അമ്മയും കൂട്ടി അവൾ
അവൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ വെച്ച് ആദ്യം ഒരു മർഡർ നടന്ന സ്ഥലമില്ലേ, അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരനുണ്ടല്ലോ, അയാളെ കാണുകയാണ്. എന്നാൽ അതേസമയം കടയിൽ നിൽക്കുകയായിരുന്ന ആ ഒരു ജോലിക്കാരനടുത്തേക്ക് കാർത്തിക് എന്നൊരാൾ വരികയാണ്. കാർത്തിക്കിനൊപ്പം ആ ചെറിയ പെൺകുട്ടിയുമുണ്ട്. ആ പെൺകുട്ടി ആ കടയിലേക്ക് കയറിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു മാഗസിൻ കയ്യിലെടുക്കുന്നു. ദേ, ഇതാണ് എന്റെ അച്ഛനെന്ന് ആ പെൺകുട്ടി ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്. ഈ ഒരു കാര്യമെല്ലാം അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരൻ ശ്രദ്ധിക്കുന്നു. ജോലിക്കാരൻ ഈ ഒരു കാര്യമെന്ന് വരലക്ഷ്മിയോട് പറയുകയാണ്. വരലക്ഷ്മി ഉടനെ തന്നെ അതേ മാഗസീനിൽ ആ പെൺകുട്ടി ചൂണ്ടിക്കാണിച്ച ആളിനെ കുറിച്ച് നോക്കുകയാണ്. അയാളാണെങ്കിലോ കേരളത്തിലുള്ള ഒരു കോറിയോഗ്രാഫറാണ്. അയാൾക്കിനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ള കാര്യം വരലക്ഷ്മിക്ക് മനസ്സിലായി. കോറിയോഗ്രാഫറിനെ കാണുവാൻ വേണ്ടിയിട്ട് വരലക്ഷ്മി കൂട്ടരും ഉടനെ തന്നെ കേരളത്തിലേക്ക് തിരിക്കുന്നു. അതേസമയം ആ ഒരു കോറിയോഗ്രാഫറിനെ കാണിക്കുകയാണ്. അയാളാണെങ്കിലോ ഒരു പെണ്ണിനെയും കൊണ്ട് ഹോട്ടൽ മുറിയിലേക്ക് എത്തിയിരിക്കുന്നു. അതേ സമയമായിരുന്നു ആ ഒരു കൊറിയോഗ്രാഫറിന് അയാളുടെ കൂട്ടുകാരിൽ നിന്നും കോള് വരുന്നത്. നടക്കുന്ന കാര്യമെല്ലാം നീ അറിയുന്നുണ്ടല്ലോ. ആദ്യം രവി മരിച്ചു. ദേ ഇപ്പോൾ 2-3 പേർ അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് എല്ലാവർക്കും ഒത്തുചേരണം. ഇവിടെ ഒരു സ്വാമിയുണ്ട്. ആ സ്വാമിയെ കാണുവാനായിട്ട് എത്താമെന്നുള്ള കാര്യമൊക്കെ കൂട്ടുകാരൻ പറയുമ്പോൾ ആന്ധ്രയിലേക്ക് വരുവാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഞാനിപ്പോൾ കേരളത്തിലാണുള്ളത്. ഞാൻ നോക്കട്ടെ എന്നുള്ള കാര്യമൊക്കെ കോറിയോഗ്രാഫർ പറയുന്നു. കോറിയോഗ്രാഫർ ആന്ധ്രയിലേക്ക് പോകുവാനായി ഇറങ്ങുന്ന സമയം അവിടെ ഒരു ഊഞ്ഞാൽ കാണിക്കുന്നു. ആ ഊഞ്ഞാലിൽ ഒരു അമ്മയുടെയും മകളുടെയും രൂപം ഇരിക്കുന്നുണ്ട്. ആ കോറിയോഗ്രാഫർ ആണെങ്കിൽ ഊഞ്ഞാലിനടുത്തേക്ക് എത്തുന്ന സമയം ഊഞ്ഞാലിലെ ചങ്ങല കൊണ്ട് അയാളുടെ 2 കൈയും 2 കാലും ബന്ധിക്കപ്പെടുന്നു. ചങ്ങലയിൽ ബന്ധിച്ചതോടുകൂടി അയാളുടെ ദേഹത്തേക്ക് ഒരു രൂപവും വന്ന് വീഴുകയാണ്. അതോടെ കോറിയോഗ്രാഫറിന്റെ കഥ കഴിയുന്നു. സംഭവ സ്ഥലത്തേക്ക് വരലക്ഷ്മിയും കൂട്ടരും എത്തുമ്പോൾ കാണുന്ന കാഴ്ച മരണപ്പെട്ടു നിൽക്കുന്ന കോറിയോഗ്രാഫറിനെയാണ്. അയാളെയും രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവിടെയുള്ളവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ കൊറിയോഗ്രാഫർ മരിച്ചു കിടക്കുന്ന സ്ഥലമില്ലേ, ആ സ്ഥലത്ത് ഒരു കുട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നു. കുട്ടി മാത്രമല്ല ഉണ്ടായിരുന്നത്, ആ കുട്ടിക്കൊപ്പം ഒരു പുരുഷനും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അതിൽ നിന്നും ആ പെൺകുട്ടിക്കൊപ്പം ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് കാർത്തികാണെന്നുള്ള കാര്യവും വരലക്ഷ്മിക്ക് മനസ്സിലായി. അങ്ങനെ വരലക്ഷ്മി നേരെ ചെല്ലുന്നത് ഹോം മിനിസ്റ്ററിന്റെ വീട്ടിലേക്കാണ്. ഹോം മിനിസ്റ്ററിന്റെ മകൻ മരണപ്പെട്ട സമയത്ത് അവിടെ ഏതെങ്കിലും പെൺകുട്ടിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഇതേ പെൺകുട്ടിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കുറച്ചു പേർ പറയുകയുണ്ടായി. വരലക്ഷ്മിക്ക് അവിടെ നിന്നും ഹോം മിനിസ്റ്ററിന്റെ മകന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടുന്നു. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ 7 പേരുണ്ട്. അതിൽ ഒരാളുടെ മുഖം വ്യക്തമല്ല. ആ 7 പേരിൽ 4 പേർ ഇപ്പോൾ ജീവനോട് കൂടിയില്ല. അപ്പോൾ ഈ ഫോട്ടോയിലുള്ളവരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി 3 പേരെയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും വരലക്ഷ്മി തീരുമാനിക്കുന്നു. ആ ഫോട്ടോയുമായിട്ട് തന്റെ വീട്ടിലേക്ക് വന്ന വരലക്ഷ്മി ഫോട്ടോയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ മുഖം വ്യക്തമല്ലല്ലോ, ആരായിരിക്കും അതെന്ന് അവൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം ആ ഫോട്ടോ വാങ്ങി വരലക്ഷ്മിയുടെ മകൾ നോക്കുന്നു. മകൾ കുറേ നേരം ഫോട്ടോ ഒന്ന് നോക്കിയതിനു ശേഷം തന്റെ അമ്മയ്ക്കടുത്തേക്ക് വരും. അമ്മ, ദേ നോക്കി, ഈ ഫോട്ടോയിൽ കാണുന്നത് അച്ഛനല്ലേ എന്ന് അവൾ സംശയം പറയുന്നു. ദേ നോക്കി, ഈ ആളിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് കണ്ടില്ലേ, അത് നമ്മുടെ അച്ഛനുള്ളതാണ്. ഇതേ ഷർട്ടും അച്ഛനുണ്ട്. അപ്പോൾ ഇത് അച്ഛനാ. അച്ഛനിതേ വാച്ചും ഷർട്ടുമുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അലമാരി തുറന്നു നോക്കുവാനായിട്ടും മകൾ പറയുന്നു. അതനുസരിച്ച് വരലക്ഷ്മി അലമാരി ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് അതേ കളർ ഷർട്ടും പാന്റും പിന്നെ അതേ വാച്ചും അവിടെ ഇരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് തന്റെ ഭർത്താവിനാണെന്നുള്ള കാര്യം വരലക്ഷ്മിക്ക് മനസ്സിലായി. ആ സീൻ അവിടെ കട്ടായി. ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ആരാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അത് മറ്റാരുമല്ല, ആ കൊച്ചു പെൺകുട്ടിക്കൊപ്പമുള്ള കാർത്തിക് തന്നെയാണ്. കാർത്തിക് ആ പെൺകുട്ടിയുടെ അച്ഛനാണ്. കാർത്തിക്കിന്റെ സ്റ്റോറിയാണ് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴി കാണിക്കുന്നത്. കാർത്തിക് മുസ്ലിമായിട്ടുള്ള സോന എന്നൊരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു. അവർ രണ്ടുപേരും വിവാഹം കഴിക്കുവാനായി ആഗ്രഹിച്ചു. പക്ഷേ രണ്ടുപേരും 2 മതമായതുകൊണ്ട് തന്നെ വീട്ടുകാർ ആരും സമ്മതമേയല്ല. വീട്ടുകാരെ എതിർത്തുകൊണ്ട് രണ്ടുപേരും ഇറങ്ങിപ്പോയി വിവാഹം കഴിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും സന്തോഷമായിട്ടാണ് ഒരുമിച്ച് ജീവിച്ചത്. സോനയ്ക്ക് ഡാൻസ് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. സോന ഡാൻസ് പഠിക്കുവാനായി എത്തിയത് നേരത്തെ മരണപ്പെട്ടു പോയ കൊറിയോഗ്രാഫറില്ലേ, അയാൾക്കടുത്തേക്ക്. എന്നാൽ സോന ഒരു മുസ്ലിം മതമായതുകൊണ്ട് തന്നെ ഡാൻസ് പഠിപ്പിക്കുവാനായിട്ട് അയാൾ തയ്യാറായില്ല. സോന സങ്കടപ്പെട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകെ ഒരിക്കൽ സോന പ്രഗ്നന്റ് ആകുന്നു. സോന ഹോസ്പിറ്റലിലെത്തുമ്പോൾ അവിടുത്തെ ഡോക്ടർ മറ്റാരുമല്ല, വരലക്ഷ്മിയുടെ ഭർത്താവാണ്. ഡോക്ടർ സോനയെ കണ്ടതും ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നിനക്ക് ഓർമ്മയില്ലേ? നീ ആദ്യമായിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ അറിയാതെ നിന്റെ ദേഹത്തൊന്ന് മുട്ടി. അന്ന് നീ എന്നെ തല്ലിയല്ലോ. ദേ, ഇന്ന് നിന്നെ ഞാൻ ചികിത്സിക്കാൻ പോവുകയാ. നിന്റെ ദേഹത്ത് ഇനിയും ഞാൻ തൊടും. അപ്പോൾ നിനക്കൊന്നും എന്നെ അടിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ അപമാനിക്കും വിധം സംസാരിക്കുന്നു. സോനയ്ക്ക് അത് ആകെ സങ്കടമാവുകയാണ്. എന്നാലും അവൾ ആ ഒരു കാര്യം കാർത്തിക്കിനോട് പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ കാർത്തിക്കിന് ഓസ്ട്രേലിയയിൽ ജോലി റെഡിയായി. അതുകൊണ്ട് കാർത്തിക് ഓസ്ട്രേലിയയിലേക്കും പോവുകയാണ്. സോനയാണെങ്കിലോ പിന്നീട് ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു.
അങ്ങനെ ഇരിക്കെ സോനയ്ക്ക് പ്രസവ വേദന വരും. പക്ഷേ വലിയ വേദനയൊന്നുമല്ല, ചെറിയ വേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ സ്വന്തമായിട്ട് തന്റെ സ്കൂട്ടിയും എടുത്താണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിൽ വണ്ടി പഞ്ചറായി പോകും. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് അതുവഴി വരുന്ന വണ്ടിക്കെല്ലാം ലിഫ്റ്റ് ചോദിക്കുന്നു. ഒടുവിൽ ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആ ഒരു കാറിലുണ്ടായിരുന്നത് ഹോം മിനിസ്റ്ററിന്റെ മകൻ, തട്ടുകട നടത്തുന്ന ആ വയസ്സായ ആള്, മരണപ്പെട്ടു പോയ രവി, പിന്നെ കോറിയോഗ്രാഫർ, പിന്നെ അതുകൂടാതെ അവരുടെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇവർ 6 പേരും ചേർന്ന് സോനയ്ക്കടുത്തേക്ക് വരികയാണ്. സോനയുടെ സൗന്ദര്യം കണ്ടതും അവർക്ക് മറ്റൊരു മോഹമുണ്ടാകുന്നു. ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ അവളെ പിടികൂടുകയും അവളോട് മോശമായി പെരുമാറുവാനായും ശ്രമിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൾക്ക് കുട്ടി ജനിക്കുകയാണെങ്കിൽ ഇവളുടെ കുഞ്ഞിന്റെ അച്ഛൻ നമ്മൾ 6 പേരും ആയിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നു. ഒടുവിൽ സോന പ്രസവിക്കുകയാണ്. പെൺകുഞ്ഞാണ് ജനിച്ചത്. തന്റെ കുഞ്ഞിനെ ഈ ഒരു രാക്ഷസന്മാർ പിച്ച് ചീന്തുമെന്ന് പേടിച്ച് അവൾ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി തന്റെ കുഞ്ഞിനെ സേഫ് ആക്കുന്നു. അതിനുശേഷം സോനയുടെ ബോധം പോവുകയാണ്. ബോധം വീണു കഴിഞ്ഞാൽ നടന്ന കാര്യമെല്ലാം ആരോടെങ്കിലും പറയുമോ എന്ന് പേടിച്ച് അവന്മാർ 6 പേരും ചേർന്ന് സോനയെ കത്തിച്ചു കളയുന്നു. ഈ ഒരു കാര്യമെല്ലാം ചെയ്തതിനു ശേഷം ഈ 6 പേരും ചേർന്ന് അവരുടെ കൂട്ടുകാരനായ ഡോക്ടറിനെ വിളിക്കുന്നു. ഇവരുടെ ഒരു ഗ്യാങ്ങിലുള്ള ആളാണ് ഈ ഒരു ഡോക്ടറും. എന്നിട്ട് നടന്ന കാര്യമെല്ലാം പറയുകയാണ്. എന്തായാലും കേസാകും. അപ്പോൾ ഈ ഒരു കേസിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കും വിധം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ഡോക്ടറിനോട് ആവശ്യപ്പെട്ടത്. സോനയോട് ഡോക്ടറിന് ഓൾറെഡി ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു റിപ്പോർട്ട് തിരുത്തുവാനായിട്ടും ഡോക്ടർ തീരുമാനിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം സംഭവ സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെത്തുകയാണ്. സോനയുടെ കേസ് അന്വേഷിക്കുന്നത് മറ്റാരുമല്ല, വരലക്ഷ്മിയാണ്. ഇന്ന് കേസ് അന്വേഷിക്കുന്ന വരലക്ഷ്മി തന്നെയാണ് അന്ന് സോനയുടെ കേസ് അന്വേഷിച്ചതും. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ സാമ്പിളുകളെല്ലാം ഡോക്ടറിന് അയച്ചു കൊടുക്കുന്നു. ആ ഡോക്ടർ വരലക്ഷ്മിയുടെ ഭർത്താവാണ്. വരലക്ഷ്മിയുടെ ഭർത്താവായ ഡോക്ടർ റിപ്പോർട്ട് കൊടുക്കുന്നത് അതൊരു കാട്ടുപോത്തിന്റെ ബോഡിയാണ്, അല്ലാതെ മനുഷ്യന്റേതല്ല എന്ന്. അതോടുകൂടി ഭർത്താവ് പറഞ്ഞതെന്തോ അത് കണ്ണടച്ച് വിശ്വസിക്കുകയാണ് വരലക്ഷ്മി. ആദ്യമേ പറഞ്ഞില്ലേ, ഭർത്താവ് പറയുന്നത് എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ വരലക്ഷ്മി എന്ന്. അതുപോലെ തന്നെ അങ്ങ് വിശ്വസിച്ചു. ഈ ഒരു കേസും ക്ലോസ് ചെയ്യുകയാണ് വരലക്ഷ്മി ചെയ്തത്. ഓസ്ട്രേലിയയിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന കാർത്തിക്കിന് തന്റെ ഭാര്യയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി. ആ ഒരു കത്തിക്കരിഞ്ഞു കിടക്കുന്ന സ്ഥലത്തേക്ക് കാർത്തിക് എത്തുമ്പോൾ തന്റെ ഭാര്യയുടെ കഴുത്തിൽ ഒരു ലോക്കറ്റ് കിടപ്പുണ്ട്. ആ ഒരു കാര്യം കാർത്തിക്കിന് കിട്ടുന്നു. അതോടുകൂടി ഇവിടെ കത്തിക്കരിഞ്ഞു കിടക്കുന്നത് തന്റെ ഭാര്യയുടെ ബോഡിയാണെന്നുള്ള കാര്യം കാർത്തിക്കിന് മനസ്സിലായി. തന്റെ ഭാര്യയോട് ഇങ്ങനെ പെരുമാറിയവരോട് എല്ലാവരോടും പ്രതികാരം വീട്ടണമെന്നും കാർത്തിക് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കാർത്തിക്കും മകളും ചേർന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ആദ്യം രവി ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രേതത്തിനെ പോലെ രൂപം മാറി എത്തിയത് കാർത്തിക്കും മകളുമായിരുന്നു. കാർത്തിക്കാണ് ഇത്രയും പേരുടെ കാര്യത്തിലും തീരുമാനമാക്കിയത്. ഈ കാര്യങ്ങളെല്ലാം കാർത്തിക് വരലക്ഷ്മിയെ വിളിച്ച് പറയുകയാണ്. അതെല്ലാം കേട്ടതോടുകൂടി വരലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടവും കുറ്റബോധവും തോന്നുന്നുണ്ട്. എന്നിട്ട് കാർത്തിക് വരലക്ഷ്മിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു കൊടുക്കുന്നു. ഇതിൽ നിന്നും നിന്റെ ഭർത്താവ് ആരാണെന്നുള്ള സത്യം നിനക്ക് മനസ്സിലാകുമെന്ന് കൂടി കാർത്തിക് പറയുന്നുണ്ട്. ആ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുവരെയായിട്ടും വരലക്ഷ്മിയുടെ ഭർത്താവ് ഏതൊക്കെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും വീഡിയോ ആയിരുന്നു. മാത്രമല്ല ആ ഒരു ഡോക്ടറുമായിട്ടും അയാൾക്ക് ബന്ധമില്ലേ, അതിന്റെ വീഡിയോയും ഉണ്ടായിരുന്നു. നിന്റെ ഭർത്താവ് ഇങ്ങനൊരാളാണെന്നുള്ള കാര്യം നീ മനസ്സിലാക്കണമെന്ന് കൂടി കാർത്തിക് പറയുന്നു. താൻ ഇത്രയും ഒരു വൃത്തികെട്ട രാക്ഷസനൊപ്പമാണല്ലോ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആളിനെയാണല്ലോ കണ്ണടച്ച് വിശ്വസിച്ചത്. ഇങ്ങനെയുള്ള ഒരുത്തനെയാണല്ലോ താൻ ജീവന് തുല്യം സ്നേഹിച്ചത്. ഇനി ഇവൻ ജീവനോടുകൂടി ഇരിക്കാൻ പാടില്ല. അവന്റെ കാര്യത്തിൽ താൻ തന്നെ തീരുമാനമെടുക്കണമെന്നും വരലക്ഷ്മി തീരുമാനിക്കുന്നു. അങ്ങനെ വരലക്ഷ്മിയാണെങ്കിലോ തന്റെ മകളെ അമ്മയ്ക്കൊപ്പം പറഞ്ഞു വിടുകയാണ്. അന്നേ ദിവസം അവരുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി കൂടിയാണ്. ഒരു ഫസ്റ്റ് നൈറ്റ് പോലെ തന്നെ റൂമെല്ലാം സെറ്റ് ചെയ്തെടുക്കുകയാ. വരലക്ഷ്മിയും ഒരുങ്ങിയിരിക്കുന്നു. ഭർത്താവായ ഡോക്ടറും അവൾക്കടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് സ്നേഹത്തോടുകൂടി ഓരോന്ന് പറയും. അതേസമയം വരലക്ഷ്മി ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ അവളുടെ ഹസ്ബൻഡ് ഒരു വാച്ച് കെട്ടിയിരുന്നില്ലേ, ആ വാച്ച് എടുത്ത് അയാളുടെ കയ്യിൽ കെട്ടിയിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് പറയുന്നു. അതോടുകൂടി ഡോക്ടറിന്റെ മുഖം മാറുകയാണ്. എന്താ നിങ്ങളുടെ മുഖം മാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മനസ്സിലാക്കിയ സത്യങ്ങളെല്ലാം അയാളോട് തുറന്നു പറയുന്നു. ഇനി നിങ്ങൾ ജീവനോടുകൂടി ഇരിക്കാൻ പാടില്ല, എല്ലാവരെയും നിങ്ങൾ ചതിക്കുകയായിരുന്നില്ലേ എന്ന് പറഞ്ഞ് തന്റെ ഭർത്താവിന്റെ കഥ കഴിക്കുകയാണ് വരലക്ഷ്മി. അതേ സമയമായിരുന്നു സ്വാമിയിൽ നിന്ന് കോള് വരുന്നത്. ഈ സ്വാമി ഇവരുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആളാണ്. എന്നിട്ട് പിന്നീടാണ് ഈ സ്വാമി എന്നൊരു പട്ടമൊക്കെ സ്വീകരിച്ചു പോയതും. സ്വാമി പറയുന്നത്, എല്ലാവരെയും കൊല്ലാനായിട്ട് നടക്കുന്ന കാർത്തികിനെയും മകളെയും എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അവർ എന്റെ കൈവശമുണ്ട് എന്ന് സ്വാമി പറയും. ഉടനെ തന്നെ വരലക്ഷ്മി ആ സ്ഥലത്തേക്ക് എത്തുന്നു. എന്നാൽ വരലക്ഷ്മിയുടെ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും എല്ലാ സത്യങ്ങളും വരലക്ഷ്മി അറിഞ്ഞു എന്നുള്ളത് സ്വാമിക്ക് മനസ്സിലായി. അങ്ങനെ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുന്നു. ഫൈറ്റിനൊടുവിൽ വരലക്ഷ്മി സ്വാമിയുടെ കഥ കഴിക്കുകയാണ്. എന്നിട്ടവൾ കേസ് മാറ്റുന്നത് എല്ലാവരെയും കൊന്നത് ഈ സ്വാമിയാണ്. ഈ സ്വാമിക്ക് ലഹരിമരുന്നിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതേ സംബന്ധിച്ച് ചെറിയ തർക്കങ്ങളുണ്ടായതിനെ തുടർന്നാണ് തന്റെ കൂടെയുള്ളവരെ എല്ലാവരെയും സ്വാമി നശിപ്പിച്ചു കളഞ്ഞതെന്നും കേസ് മാറ്റുന്നു. അങ്ങനെ സോനയെ കൊന്നതിന്റെ പ്രതികാരം വീട്ടുവാനായിട്ട് കാർത്തികിനെ ഏകദേശം വരലക്ഷ്മി സഹായിച്ചു എന്ന് തന്നെ പറയാം.
പ്രതികാരമെല്ലാം വീട്ടിയതിനു ശേഷം തന്റെ മകൾക്കൊപ്പം സമാധാനമായിട്ട് ജീവിക്കുകയാണ് കാർത്തിക്. അതോടുകൂടി സിനിമയുടെ കഥയും അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.